കാസർഗോഡ് ചെങ്കള പാണലത്ത് യുവതി ആസിഡ് കഴിച്ച് ജീവനൊടുക്കി. ചർലടുക്ക സ്വദേശി ഫാത്തിമത്ത് സുഫൈദയാണ് മരിച്ചത്. തിങ്കളാഴ്ച ഒന്നാം വിവാഹ വാർഷികം നടക്കാനിരിക്കെ ഭർത്തൃ വീട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് യുവതി ആസിഡ് കുടിച്ചത്. ഭർത്തൃ വീട്ടുകാരുടെ നിരന്തര പീഡനമാണ് യുവതി ജീവനൊടുക്കാൻ കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. കാസർഗോഡ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചെങ്കള പാണലത്തെ ആദിലിന്റെ ഭാര്യ ഫാത്തിമത്ത് സുഫൈദിയാണ് മരിച്ചത്. ശുചിമുറിയിൽ ഉൾപ്പെടെ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ആസിഡ് കഴിച്ചാണ് ജീവനൊടുക്കിയത്. ചെർലടക്കം സ്വദേശിയായ ഫാത്തിമത്ത് 2 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മാതാവാണ്. സ്വർണം ആവശ്യപ്പെട്ട് ഭർത്തൃ വീട്ടുകാരുടെ പീഡനം ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ ആരോപിച്ചു. പീഡനം സഹിക്കാൻ കഴിയുന്നില്ലെന്ന് സുഫൈദ ഫോണിൽ അറിയിച്ചതിനെ തുടർന്ന് സഹോദരൻ അബ്ദുൽ വാസിലും ബന്ധുക്കളും ശനിയാഴ്ച രാത്രിയിൽ പാണലത്തെ വീട്ടിലെത്തിയതായിരുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കെ വീടിനകത്ത് പോയ സുഫൈദ വിഷലായനിയുമായി തിരിച്ചെത്തി ഭർത്തൃ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ കഴിക്കുകയായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഉടൻ ഇന്ദിരാനഗറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാത്രി 1 മണിയോടെ മരണം സംഭവിച്ചു. ഇവൻ അടിച്ചപ്പോൾ കുടുംബക്കാർക്ക് ഫോൺ വിളിക്കാൻ നോക്കുമ്പോൾ ഫോണ് പിടിച്ചു പറ്റിയിട്ട് ഫോൺ അടിച്ചു പൊളിച്ചു അവന്. പിന്നെ അവൾ പോയിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആരോ പെണ്ണുങ്ങളെ അടുത്ത വീട്ടിലെ പെണ്ണുങ്ങളോട് ഫോൺ വാങ്ങിച്ചിട്ട് അന്ന് ഉമ്മാക്ക് വിളിച്ചത്, എന്നെ ഇങ്ങനെ അടിച്ചിട്ട് എന്നെ പിന്നെ പറ്റുന്നില്ല, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ പോയപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നത്തിലുണ്ടായിട്ട് പിന്നെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറിയതാണ്. അവിടുന്ന് പിന്തിരിഞ്ഞിട്ട് രണ്ടാമത് പോയിട്ടാണ് ഇവള് ഇങ്ങനെ ചെയ്തെന്നാണ് പറഞ്ഞത്. സംഭവത്തിൽ യുവതിയുടെ കുടുംബം വിദ്യാനഗർ പോലീസിൽ പരാതി നൽകി. ഉമ്മയുടെ കൂടെ പോകാൻ അനുവദിക്കാത്തത് കൊണ്ട് അവളകത്ത് കയറി കുടിച്ചതാരം മുമ്പെന്ന് തന്നെ. ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഇവിടെ ICUലാണ് ഉള്ളത്. ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, മുഖം മാത്രമേ കാണിച്ചിട്ടുള്ളൂ, വേറെ ഭാഗമൊന്നും കാണിച്ചിട്ടില്ല. തിങ്കളാഴ്ച ഫാത്തിമത്ത് സുഫൈദയുടെ 1ാം വിവാഹ വാർഷികമാണ്. ചെർലടുക്കയിലെ അബ്ബാസ് സഫിയ ദമ്പതികളുടെ മകളാണ് ഫാത്തിമത്ത്. ഭർത്താവ് ആദിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, കാസർഗോഡ്.